എനിക്ക് ഒരുപാട് ഡിഎംസ് വരാറുണ്ട്. ബ്രോ ബാംഗ്ലൂരിൽ ജോലിയൊക്കെ കിട്ടാനുണ്ടോ? എന്താണ് ബാംഗ്ലൂരിലെ സാലറീൻ്റെ ഒക്കെ അവസ്ഥ എന്ന് ചോദിച്ചിട്ട്. ബാംഗ്ലൂരിൽ ജോലി അന്വേഷിച്ച് വരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ട് ഇൻ്റർവ്യൂവിന് വിളിക്കട്ടെ ഞാൻ അപ്പം ബാംഗ്ലൂരിലേക്ക് വരാം, ആ പരിപാടി ഇവിടെ നടക്കില്ല. നിങ്ങൾ സീരിയസ് ആയിട്ട് ജോലി നോക്കുന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിലേക്ക് വരാം. ഒരു 3 to 6 months നിങ്ങൾ ഒരു PG ഒക്കെ എടുത്ത് ഇവിടുത്തെ മാർക്കറ്റൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്താണോ നിങ്ങൾ പഠിച്ചത് അതിൻ്റെ ബേസിൽ നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. നിങ്ങൾ വന്ന പാടെ നിങ്ങൾക്ക് ജോലി കിട്ടുമൊന്നുമില്ല, കാരണം ഇതൊരു പ്രോസസ്സാണ്, ചിലപ്പോൾ ഒരുപാട് സമയമെടുക്കും. ഇതൊരു വലിയ കോമ്പറ്റീഷനുള്ള മാർക്കറ്റാണ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇനീഷ്യലി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ഇൻറ്റേൺഷിപ്പ് ആയിരിക്കും, ഒരു 3 to 6 months ഇൻറ്റേൺഷിപ്പ്. അതിൽ ചെറിയ സ്റ്റൈഫൻഡേക്ക് കിട്ടാം. അപ്പോൾ നിങ്ങൾ പറയും എനിക്ക് സ്റ്റൈഫൻഡ് ഒന്നും പറ്റില്ല, എനിക്ക് വലിയ സാലറി വേണം, അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാര്യങ്ങളൊന്നും നടക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ സിറ്റിയിലേക്ക് വരാനേ നിൽക്കണ്ട. ആദ്യം ഇൻറ്റേൺഷിപ്പ് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആക്കി അതിന് ശേഷം നമ്മളൊരു സ്കിൽസ് എല്ലാം പഠിച്ചിട്ട് വേണം നമ്മൾ ആ കമ്പനിയിലോ അല്ലെങ്കിൽ വേറെ കമ്പനിയിലൊക്കെ പോകുമ്പോഴാണ് നമ്മളെ സാലറി ഇൻക്രിമെൻറ്റും കാര്യങ്ങളൊക്കെ വരാം. പിന്നെ ഒരുപാട് കൺസൾട്ടൻസീസ് ഉണ്ട് ബാംഗ്ലൂർ. എല്ലാ കൺസൾട്ടൻസീസും മോശമൊന്നുമല്ല. ചില ആൾക്കാർ ഭയങ്കരമായിട്ട് സ്കാം ചെയ്യുന്നുണ്ട്. അതായത് നാട്ടിൽ നിന്ന് വരുന്ന പിള്ളേർക്ക് അവർക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അവർ പൈസ വാങ്ങി ഞങ്ങൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ എല്ലാം സെറ്റ് ചെയ്ത് തരാമെന്ന് പറയും. അങ്ങനെയുള്ള ഒരു കൺസൾട്ടൻസിൻ്റെ അടുത്ത് നിങ്ങൾ പോകാതിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ബാംഗ്ലൂരിൽ നിങ്ങൾ ജോലി അന്വേഷിച്ച് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.